ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കലാപം നടത്തിയാലോ സ്ഫോടനം നടത്തുമെന്ന് പറഞ്ഞാലോ കുംഭമേളയുടെ ടെന്റിന് തീയിട്ടാലോ ഇനി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേക്ക് വരുന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞാലോ അവരുടെ വാഹനങ്ങൾ കത്തിച്ചാലോ ഇതെല്ലാം ചെയ്യുന്നത് യോഗിയോടാണ്. യോഗി ആദിത്യനാഥിന് ഈ രാജ്യത്തെ കബളിപ്പിച്ചും കൊള്ളയടിച്ചും കോടികൾ ഉണ്ടാക്കി ആർക്കും സേവ് ചെയ്യാനില്ല. മക്കളില്ല, ഭാര്യയില്ല, തലമുറകളോളം തിന്നാനുള്ള സമ്പത്ത് ആർക്കും ഉണ്ടാക്കി കൊടുക്കാനുമില്ല. സഹോദരിമാര് വരെ ചപ്പാത്തി ചുട്ടിട്ടാണെങ്കിലും ശരി അധ്വാനിച്ച് ജീവിക്കുന്നവരാ. ആങ്ങള മുഖ്യമന്ത്രിയാണെന്ന് കരുതി ഇവർക്ക് ആഡംബരങ്ങളൊന്നുമില്ല. അധ്വാനിച്ച് ജീവിച്ച് ശീലമുള്ള അഭ്യസ്ത വിദ്യരായ ആളുകളാണ് അവരൊക്കെ. ഇപ്പോ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മഹാകുംഭമേള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ആ വെല്ലുവിളിയെ നേരിടാൻ ഇറങ്ങി തിരിച്ചത് തന്നെയാണ്. ഉസ്താദുമാരും ജമാഅത്തിന്റെ കൗൺസിൽമാരും പല രൂപത്തിലും ഇദ്ദേഹത്തെ മാനസികമായി തളർത്താൻ ശ്രമിച്ചപ്പോഴും ഉറച്ചു നിന്ന പ്രതീകം. അതെ, ടെന്റിന് തീയിട്ടു. ഗ്യാസ് സിലിണ്ടറുകൾ തമ്മിൽ കൂട്ടിയാണോ തീയുണ്ടായത്? ഇനി അതല്ല, മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഉസ്താദുമാർ ഏതെങ്കിലും രൂപത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണോ, അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ? ഇതിന് പിന്നിൽ മതഭീകരരുടെ കരങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, ആ കരത്തിന്റെ ഉടമ ഇനിയും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. കാരണം യോഗിയുടെ നാട്ടിൽ വന്നിട്ട് വെല്ലുവിളിച്ച് യോഗിയുടെ അധ്യക്ഷതയിലുള്ള മഹാകുംഭമേള ഇല്ലാതാക്കാനാണ് ശ്രമിച്ചതെങ്കിൽ, അതുവഴി അവിടെ വന്ന ഭക്തരെ അപായപ്പെടുത്താനാണ് ശ്രമിച്ചതെങ്കിൽ ഒരിക്കലും അയാൾ പിന്നീട് ജീവനോടെ ഉണ്ടാകില്ല. അതിന്റെ പിന്നിൽ വരുന്ന എന്ത് നിയമങ്ങളും എന്ത് കോടതി വ്യവഹാരങ്ങളും യോഗി നോക്കിക്കൊള്ളും. കാരണം അതാണ് യോഗിയുടെ ഒരു രീതി. ഇപ്പോ ചിലപ്പോ രൂക്ഷമായിട്ടുള്ള തിരിച്ചടികൾ ലഭിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയക്കാർ തങ്ങളുടെ ധീരമായ ചില നടപടികളിൽ നിന്നും നിലപാടുകളിൽ നിന്നും പുറകോട്ട് പോകാറുണ്ട്. ചില വ്യക്തികളായിരുന്നാലും അതെ, കിട്ടുമ്പോൾ ശരിക്ക് കിട്ടണമെന്ന് മാത്രം. അത് കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്നും അവർ തിരിഞ്ഞു പോകും. ചില നഷ്ടങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം. എന്നാൽ അത്തരക്കാരിൽപ്പെട്ട ഒരാളല്ല നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നവംബർ 24 സംഭാലിൽ നടന്ന ഇസ്ലാമിക ആൾക്കൂട്ട അക്രമത്തിൽ 5 പേര് കൊല്ലപ്പെട്ടിരുന്നു. ഒരു ക്ഷേത്രം തകർത്താണ് ജുമാ മസ്ജിദ് നിർമ്മിച്ചത് എന്നുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു സർവേ തുടർന്നാണ് അനിഷ്ടമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. എന്നാൽ ഇതിനെ തുടർന്ന് യോഗി ആദിത്യനാഥ് അല്പം പുറകോട്ട് പോകുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റി. യോഗി ആദിത്യനാഥിനെ മാനസികമായി തകർക്കാനും അതുവഴി ഇതുപോലെയുള്ള ഉദ്യമങ്ങളിൽ ഇടപെടാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടിയതെങ്കിൽ തെറ്റിപ്പോയി. എല്ലാവരും ആ രീതിക്കാരല്ല. വെല്ലുവിളികൾ ഏറ്റവും നേരിട്ട് സാഹസികമായി തന്നെ ജീവിതത്തെ കാണുന്ന ആളുകളുണ്ട്. ആ കാഴ്ചപ്പാടുള്ള ഒരാളാണ് യോഗി ആദിത്യനാഥ്. പൂർവാധികം ശക്തിയോടുകൂടി യോഗി ആദിത്യനാഥ് തന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നത്. പിന്നീട് മൃദുവായിട്ടുള്ള വിട്ടുവീഴ്ചയ്ക്കോ പിന്മാറുന്നതിനോ പകരം യോഗിയുടെ ഭരണകൂടം സംഭാലിലേക്ക് വ്യാപകമായ സർവേകളും കയ്യേറ്റക്കാർക്കെതിരെയുള്ള കർശനമായിട്ടുള്ള ശിക്ഷകളും ഏർപ്പെടുത്തി. സംസ്ഥാന അന്വേഷണ സംഘങ്ങൾ സംസ്ഥാന വ്യാപകമായി സർവേകളുടെ വ്യാപ്തി വിപുലീകരിച്ചു. സാംസ്കാരിക പുനരുദ്ധാരണം വേഗത്തിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അഭൂതപൂർവമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. സംഭാലിലെ വൈദ്യുതി മോഷണത്തിന് ഇന്ത്യൻ വൈദ്യുതി നിയമത്തിലെ സെക്ഷൻ 135 സെക്ഷൻ 135 പ്രകാരം 1400-ലധികം FIR-കൾ ഫയൽ ചെയ്തു. സമാജ്വാദി പാർട്ടി MP സിയാഉർ റഹ്മാൻ ബാർക്ക് 16 പള്ളികൾ, 2 മദ്രസകൾ എന്നിവയ്ക്കെതിരെ കേസെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് കുറ്റക്കാർക്കെതിരെ 11 കോടി രൂപയാണ് പിഴ ചുമത്തിയത്. അതിൽ 20 ലക്ഷം രൂപ ഇതിനോടകം പിരിച്ചെടുത്തു കഴിഞ്ഞു. നശിച്ചതോ അധിനിവേശമോ അടച്ചിട്ടതോ ആയ ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു പരീക്ഷണ കേസായി യോഗി സംഭാലിനെ മാറ്റിയിരിക്കുന്നു. സംഭാലിലെ ശിവഹനുമാൻ ക്ഷേത്രം കണ്ടെത്തിയതിനു ശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1-ലധികം സ്ഥലങ്ങളിൽ സർവേകൾ നടത്തി. കൂപ്പുകൾ അഥവാ കിണറുകൾ, ബൗഢികൾ അഥവാ പടിക്കിണറുകൾ ഇതൊക്കെ പുനഃസ്ഥാപിച്ചു. സംഭാലിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഹയാത്ത് നഗർ പ്രദേശത്തെ പൂട്ടിയിട്ടിരുന്ന ഒരു ക്ഷേത്രം ദൈനംദിന പ്രാർത്ഥനയ്ക്കായി വീണ്ടും തുറന്നു.
അതേ ദിവസം തന്നെ വാരണാസിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മദൻപുര പ്രദേശത്തെ മറ്റൊരു അടച്ചിട്ട ക്ഷേത്രം വീണ്ടും തുറന്നു. പതിവാരാധന പുനരാരംഭിച്ചു. ഡിസംബർ 18-ാം തീയതി അലിഗഡിലെ മറ്റൊരു പൂട്ടിയ ക്ഷേത്രം തുറന്നു. പൂജകൾ ആരംഭിച്ചു. മൊറാദാബാദിൽ 44 വർഷമായി പൂട്ടിയിട്ടിരുന്ന ഒരു ക്ഷേത്രം വീണ്ടും തുറന്നു. ഫിറോസാബാദിലെ മുസ്ലിം ഭൂരിപക്ഷ റസൽപൂരിലെ 60 വർഷത്തോളമായി പൂജകൾ ഒന്നും നടക്കാതെ പൂട്ടിയിട്ടിരുന്ന ഒരു ശിവക്ഷേത്രം വീണ്ടും ആരാധനയ്ക്ക് വേണ്ടി തുറന്നു. ഹിന്ദു സമൂഹത്തിന്റെ ആത്മവീര്യം പുനരുദ്ധീകരിക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള BJP സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് യോഗിയും പറഞ്ഞു. അതിനെ വേറെ തലത്തിലേക്ക് എത്തിക്കുകയാണ് ഗോരഖ്നാഥ ക്ഷേത്രത്തിലെ മുഖ്യ സന്യാസി കൂടിയായ യോഗി ആദിത്യനാഥ്. സംഭാലിൽ ഇതിനു മുമ്പും ഒരുപാട് കലാപങ്ങളും കൂട്ടമായി മനുഷ്യനെ അഗ്നിക്കിരയാക്കലും ഒക്കെ നടന്നിട്ടുണ്ട്. എല്ലാം ഹിന്ദുക്കൾക്കെതിരെയായിരുന്നു. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ശരി, ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സകലമാന കലാപങ്ങളുടെ സൂത്രധാരന്മാരാരായിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും അവരിൽ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളുടെ അന്നുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് സ്ഥാവര ജംഗമം തൂക്കിയെടുക്കാനുമാണ് UP യോഗി ആദിത്യനാഥിന്റെ ഉത്തരവ്. വല്ല കാര്യമുണ്ടായിരുന്നു? വിലയ്ക്ക് വാങ്ങിയതാ. മര്യാദയ്ക്ക് ജീവിച്ചു പോകേണ്ടതിന് പകരം ഇത്തരം പണികൾ എരന്നു വാങ്ങിയതാ. കോടതി വിധിയെ പോലും മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടവും അഹങ്കാരവും നടപ്പിലാക്കാൻ ശ്രമിച്ച ഇവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഔദ്യോഗിക പദവി പോലും ബഹുമാനിക്കാതെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ ഉദ്യോഗസ്ഥരെ കല്ലെറിയുക, കല്ലുമണ്ണും വാരിയെറിയുക, തന്തയ്ക്ക് വിളിക്കുക, അവരെ തടയുക, അവരുടെ വാഹനങ്ങൾക്ക് തീയിടുക, അല്ലാഹു അക്ബർ മുഴക്കി അക്രമാസക്തമായിട്ടുള്ള ഒരു ജനക്കൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കുക. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സംഭാലിലെ ഒരു പ്രത്യേക പ്രദേശത്തു മാത്രം ഈ രൂപത്തിലുള്ള ആളുകളെ പ്രത്യക്ഷപ്പെടുന്നത്? അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ ഉടനെ 4 പാട് നിന്നും ഓടി കാക്കമാർ എന്തുകൊണ്ടാണ് എത്തുന്നത്? ഇതിന്റെ ചരിത്രം ഒന്ന് പഠിക്കണമല്ലോ. അങ്ങനെയാണ് സംഭാൽ കലാപം പുനരന്വേഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് UP സർക്കാർ. ഉത്തരവിട്ട് കഴിഞ്ഞു. 1978 നടന്ന കലാപത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ യോഗി ആദിത്യനാഥ് സർക്കാരിന് വേണം. ഇപ്പോൾ 47 വർഷങ്ങൾക്ക് മുമ്പ് മാർച്ച് 29-ാം തീയതിയാണ് കലാപം തുടങ്ങിയത്. 184 പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. ഏകദേശം 30 ദിവസത്തേക്ക് കർഫ്യൂ ഏർപ്പെടുത്തി. അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ ഒരു അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനെ നിയോഗിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 1978 കലാപത്തെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാക്കണമെന്നാണ് അതിനകത്ത് പറയുന്നത്. സംയുക്ത അന്വേഷണത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ജില്ലാ മജിസ്ട്രേറ്റിന് കത്ത് നൽകി. 2025 ജനുവരി 8-ാം തീയതി മൊറാദാബാദ് കമ്മീഷണർ ആഞ്ജനേയ സിംഗ് ഈ കലാപവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈമാറാൻ സംഭാൽ ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ രാജേന്ദ്ര പെൻസിയോട് ആവശ്യപ്പെട്ടു. ആഞ്ജനേയ സിംഗ് ഇതുമായി ബന്ധപ്പെട്ട് യോഗവും വിളിച്ചിട്ടുണ്ട്. 46 വർഷമായി അടച്ചിട്ടിരുന്ന സംഭാലിലെ പുരാതന കാർത്തിക് മഹാദേവ ക്ഷേത്രം വീണ്ടും തുറന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. 2024 നവംബർ 24-ാം തീയതി ഷാഹി ജുമാ മസ്ജിദ് സർവേക്കിടയിലുണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്നാണ് ക്ഷേത്രം വീണ്ടും തുറക്കാൻ തീരുമാനിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് സംഭാൽ മുനിസിപ്പൽ പ്രദേശത്തെ ഹിന്ദു ജനസംഖ്യ 45%. ഇപ്പോഴത് 15 മുതൽ 20 വരെ ശതമാനമായി കുറഞ്ഞിട്ടുണ്ട്. അന്ന് മുസ്ലിങ്ങൾ 55%, ഇന്നത് 80 മുതൽ 85% വർദ്ധിച്ചു. ഈ കലാപത്തിന് ശേഷം ഈ കഗൂസ്രായിൽ താമസിച്ചിരുന്ന 100ഓളം ഹിന്ദു കുടുംബങ്ങൾ ഈ പ്രദേശം തന്നെ ഉപേക്ഷിച്ച് പലായനം ചെയ്തു പോയി. കലാപത്തിനിടയിൽ സൂത്രധാരന്മാരിൽ ഒരാളായ മൻസാർ ഷാഫി പ്രദേശത്തെ ഒരു ഹിന്ദു അധ്യാപകന്റെ മകളെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി. മകളെ ബലാത്കാരം ചെയ്തു. അതിനുശേഷം വിട്ടയച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രദേശത്തെ ഹിന്ദുക്കൾ രക്ഷപ്പെടുത്തി. ഈ കുടുംബവും പിന്നീട് ഈ സ്ഥലം ഉപേക്ഷിച്ചു പോയി. ഭയപ്പെടുത്തുക. എല്ലാ മുസ്ലിങ്ങളും എന്റെ സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും ഒക്കെ പോലെയാണ് എന്ന് പറഞ്ഞ് പുറത്തുപോയ ബൻവാരി ലാലിനെ കഴുത്തെടുത്തു. ഈ സംഭവത്തിന് സാക്ഷികളായ ഹരിദ്വാർ ലാൽ ശർമ്മയും സുഭാഷ് ചന്ദ്ര രസ്തോഗിയും ഡ്രമ്മിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷപ്പെടുത്തി. എന്നാൽ ഹരിദ്വാർ ലാലിന്റെ സഹോദരിയെയും പിന്നീട് മുസ്ലിം കലാപകാരികൾ ഇല്ലാതാക്കി. അതുകൊണ്ടാണ് സംഭാലിൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക അന്തരീക്ഷം ഉടലെടുക്കുന്നത്? യോഗി ഒരു വിവരദോഷിയല്ല. അദ്ദേഹം വിദ്യാസമ്പന്നനാണ്. ഒരു നാടിനെ എങ്ങനെയാണ് പുരോഗതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നും
ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ താൻ നിർബന്ധിതനാണെന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദു ജനസംഖ്യ കുറയുന്നതും മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതും? എന്താണ് ഇതിനു മുമ്പുണ്ടായിരുന്ന സാഹചര്യം? ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇപ്പോഴുള്ള മുസ്ലിങ്ങളെ പിന്നിൽ നിന്ന് നയിക്കുന്നത് ആരാണ്? ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ. ഇതെല്ലാം യോഗിക്ക് അറിഞ്ഞേ പറ്റും. ഇപ്പൊ മനസ്സിലായില്ലേ? മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ കലാപത്തിനൊക്കെ ആസൂത്രണം ചെയ്തതും യോഗിയെ കൊല്ലുമെന്ന് പറഞ്ഞതും ടെന്റിന് തീയിട്ടതും ഇതെല്ലാം ചെയ്തു. ഇതൊന്നും കൊണ്ട് യോഗി ഭയപ്പെടില്ല. ഇനി നോക്കിയോ, നിർണായകമായിട്ടുള്ള അമിട്ട് പോലെയുള്ള തീരുമാനങ്ങൾ ഉടനെ തന്നെ യോഗിയിൽ നിന്നും വരുന്നത് നമുക്ക് കാണാം. ഈ സംഭാലിലെ അതേ സാഹചര്യം നിഗമനത്തിലെടുത്താൽ. നന്ദി.